ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു വൈബ്സ്. അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഷെബാക്കിന്റെ ബാക്കിലുണ്ട്, ഉപ്പോടെ ഉണ്ട്, ഉമ്മക്കോടെ ഉണ്ട്. അപ്പൊ നമ്മളെ റംസാനായിട്ടിലെ ഫസ്റ്റ് വ്ളോഗാണ്. ആദ്യമുണ്ട് ഫസ്റ്റ് വ്ളോഗാണ്. അപ്പൊ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പോണത് ഒരു നോമ്പ് തുറക്കാണ്. നമ്മളെ കൂടെ നമ്മളെ ഐസ് വേൾഡ് റേനമാമി ഫാമിലി ഉണ്ട്. നാട്ടിൽ നിന്ന് നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഒരു 2-3 ദിവസത്തിന്. നമ്മളെ റേനാമാമിന്റെ മോള് മെഡിക്കൽ പഠിക്കാൻ പോയ മോള് വന്നിട്ടുണ്ട്. അവളെ വിസ പുതുക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കരുതി നോമ്പ് തുറക്കാൻ വേണ്ടി പോവാം. കാരണം 2 ദിവസമായി വന്നിട്ട് റിന്യൂ ചെയ്ത് അവൾ ഇന്ന് പോവുകയും ചെയ്യണം. ആകെ 3 ദിവസത്തിന് വന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ കൂടി ഇന്ന് നോമ്പ് തുറക്കാൻ പോകാന്നില്ല ഒരു പ്ലാനാണ് കേട്ടോ. പോണത് എവിടെക്കാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓ കഫേക്ക് കഴിഞ്ഞ റംസാൻ നമ്മൾ പോയിരുന്നു. ഓ കഫേക്ക് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരാഴ്ച മുന്നേ നമ്മൾ പോയത് 2 ആഴ്ച മുന്നേ നമ്മളെ റിയാദ് ഫാമിലി എല്ലാവരും വന്നപ്പോൾ നമ്മൾ പോയിരുന്നല്ലോ ഉച്ചക്ക്. കാരണം പെർ ഹെഡ് 30-35 റിയാലാണ് പറഞ്ഞിട്ട്. ഇപ്പൊ റംസാൻ ആയപ്പോ പെർ ഹെഡ് ഇപ്പൊ കുറെ ഐറ്റംസ് വന്നിട്ടുണ്ട്. പെർ ഹെഡ് 49 റിയാലാട്ടോ റംസാന്. കുട്ടിയാക്ക് 20 റിയാലാ ശുഭോ. കുട്ടിയാക്ക് 20 റിയാലും വലിയവർക്ക് 49 റിയാലും. കഴിഞ്ഞ റംസാന് 35 റിയാലേനു പെർ. എന്താണ് എന്റെ ബാക്കിന്ന് പെർ ഹെഡ് കഴിഞ്ഞ റംസാന് 35 റിയാലേനു കേട്ടോ. പക്ഷെ അന്ന് ഇവർക്ക് തിരക്ക് നിയന്ത്രിക്കാൻ പറ്റായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റായിട്ട് ഈ റംസാന് കുറച്ച് പ്രൈസ് ഹൈ ആക്കിക്കണേ. ഇന്നിപ്പോ നമ്മൾ വ്ലോഗ് എടുക്കണമെന്ന് എതിർത്തി എഴുതിയടി 6 നോമ്പല്ലേ? 7ാമത്തെ നോമ്പാണ്. നോമ്പൊക്കെ പോണത് അൽഹംദുലില്ലാ. 7 നോമ്പൊക്കെ പെട്ടെന്നാ പോണത്, ഒന്നും അറിയണില്ല. പക്ഷെ നാട്ടിൽ ഭയങ്കര ചൂടാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അൽഹംദുലില്ലാ ചൂടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് റംസാൻ ഇവിടെ സുഖാട്ടോ, കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നുണ്ട്. നിങ്ങളൊക്കെ എന്താണ് നിങ്ങളെ റംസാൻ നിങ്ങളെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. അപ്പോൾ ഈ 7ാം നോമ്പിന് 49 റിയാലാട്ടോ ഹോ കഫേയിൽ വരുന്നത്. ഇനി നാളെ ഇൻക്രീസ് ആവുമെന്നില്ല അറിയില്ല. ഞങ്ങൾ ഇന്നലെ വിളിച്ചപ്പോൾ ചിലപ്പോൾ 70 റിയാലാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് കൺഫേം ഇല്ല. എന്തായാലും അവിടെ എത്തിയിട്ട് വിഭവങ്ങളും കാര്യങ്ങളും നമ്മളെ കാക്കു നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, അവളെയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാം പാടെ കൂടിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ഓ കഫേയിൽ എത്തിയിട്ടോ. കറക്റ്റ് ടൈമാണ്. ഇപ്പോൾ ബാങ്ക് കൊടുക്കും 5:45 അങ്ങനെ നോമ്പിന് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വീഡിയോ കണ്ടല്ലോ അറിയാം, അത്ര തിരക്കുണ്ടായിരുന്നില്ല. അന്ന് കണ്ടോ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഒരു കൗണ്ടർ ഇട്ടൊക്കെ നമ്മളെ പേര് പറഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ട് കയറാൻ കഴിയുള്ളൂ. നമ്മളെ പേര് നമ്മൾ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തിരുന്നു പേര്. നമ്മൾ വിളിച്ചാണ്ട് നമ്മളെ പേര് പറഞ്ഞോട് ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് എൻട്രൻസ് കിട്ടുക. ഇല്ലെങ്കിൽ തിരക്കാവുമ്പോൾ കിട്ടൂല. പ്രാവശ്യം സെറ്റപ്പ് ആകെ മാറ്റി കേട്ടോ. ഇവിടെയാണ് മധുര ഐറ്റംസ് കേട്ടോ, കേരളോട് തന്നെ കണ്ടോ. ഫുഡിൻ്റെ സെക്ഷനിൽ തിരക്ക് നോക്കി നിങ്ങൾ. ഇനി ഇവിടെ എന്തൊക്കെയാണ് ഫുഡ് ഉള്ളത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഫുള്ള് സലാഡ് ഐറ്റംസ് കാര്യങ്ങളും കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡിൽ സമൂസയും കാര്യങ്ങളും. മാമ പ്രാവശ്യം കഴിഞ്ഞില്ല സ്പെഷ്യൽ ഉണ്ട് അല്ലേ? ആ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ അല്ലായിരുന്നു, സെറ്റപ്പ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഓ ഐറ്റംസ് 2 സൈഡിലും ഒരേ മാതിരിയാണ് കേട്ടോ. ഇത് കഴിയുന്നതിനനുസരിച്ച് അവർ കൊടുന്ന് റീഫിൽ ചെയ്യും കേട്ടോ. ഇവിടെ ഫുള്ള് സലാഡ് ഐറ്റംസും കാര്യങ്ങളും.
കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് ഒരു കൊടുന്ന് ഫുള്ളാക്കും. ഓ ഇനി ഗ്രില്ലഡ് ഐറ്റംസ്. മധുര ഐറ്റംസ് കേട്ടോ. കാരണം ഓല് കൊടുന്നാണ്ട് ഇത് ഫുള്ളാക്കണം കണ്ടോ. അപ്പോൾ കഴിയുന്നതിനനുസരിച്ചിട്ട് ഒരു ഇതുപോലെ കൊടുന്നാണ്ട് വെക്കും. അൺലിമിറ്റഡ് ആണ് നമുക്ക് കണ്ടോ. പിന്നെ ഇവിടെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുബൂസ് ഉണ്ട്. ഇതെന്താ മാമ? സൂപ്പ്. പിന്നെ ഇത് സൂപ്പ് തന്നെ 3 തരം സൂപ്പുകളുണ്ട് കേട്ടോ. സമൂസ, എന്തോ സമൂസ. ഇപ്പം സമൂസ മാത്രമേ ഉള്ളൂ, കരിമ്പരി തന്നെ ഉള്ളൂ. ഇനി സൂപ്പ് കാര്യങ്ങളുണ്ട് അവിടെ, സൂപ്പുകളുണ്ട്. കൊടുന്ന അങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷെബു, ഞാൻ വെള്ളം കൊണ്ട് നോമ്പ് തുറന്നിട്ടേ പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്ത് തോന്നുന്നുണ്ടല്ലേ എടുക്കും മധുരങ്ങളിലെ. അടിപൊളി. തിരക്കിന്ന് കമ്മിയുണ്ടല്ലോ ഷെബു അല്ലേ? ഒരു പ്രൈസ് കൂടുതലായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. കഴിഞ്ഞ അപേക്ഷിച്ച് തിരക്കില്ല. ഞാൻ വെള്ളം മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് ഫുഡ് കഴിക്കാം. സൂപ്പ് എടുത്തപ്പോൾ എന്ത് സൂപ്പൊക്കെയാണ് ഉള്ളത്? എന്തെങ്കിലും വെച്ചോളൂ, എന്തെങ്കിലും വെച്ചോളൂ. ഞാൻ എടുക്കണില്ല ഒന്നും വെച്ചോളൂ. ഞാൻ ഒന്നും എടുക്കണില്ല, എനിക്ക് പറ്റാത്ത ഐറ്റംസ് അത് ഫുള്ള്. സൂപ്പ് എടുത്തോളിപ്പാ. ഒരു സൂപ്പ് ഇതുണ്ട്. പിന്നെ ഇത് വേറെ ടൈപ്പ് സൂപ്പാണ്. എന്തായാലും ടേസ്റ്റ് ഉണ്ടോ? ഒക്കെ എടുത്തോളൂ. സ്പൂൺ എടുത്തോളൂ. പോരി. ഇവിടെ പിന്നെ ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കേട്ടോ. മധുര ഐറ്റംസ് കാര്യങ്ങളൊക്കെ അവിടെ. മിട്ടൂട്ടാ ഇത് കൂടെ. കാക്കൂനൊരു ഈത്തപ്പായ എടുക്കാം കേട്ടോ. ഈത്തപ്പായ എടുക്കേ. എനിക്ക് ഈത്തപ്പായ മാത്രം മതി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാം. ഈ 2 ടേബിൾ നമുക്ക് റിസർവ് ചെയ്താണ് കേട്ടോ. നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് ഇവിടെ, അമീർ ബ്രോ. നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നത് പരിചയപ്പെട്ടതാണ്. അപ്പോൾ മൂപ്പേർക്ക് വിളിച്ച് ബുക്ക് ചെയ്താണ് നമ്മളിപ്പോൾ ജസ്റ്റ് നോമ്പ് തുറക്കേണ്ട ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. മെയിൻ ഡിഷസ് ഒന്നും എടുത്തിട്ടില്ല. നോമ്പൊക്കെ തുറന്ന് ഞങ്ങളെ മെയിൻ ഡിഷിലേക്ക് കിടക്കാം കേട്ടോ. ഞാൻ കണ്ട് പക്ഷെ ഇപ്പോൾ കൊടുന്നിട്ടിട്ടില്ലടി. കൊടുന്നിട്ടേ ഇത് ഇവിടുന്ന് എടുത്തേ. ഇതാണ് നമ്മളെ ഓ കഫേ കണ്ടോ. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി നിൽക്കുക കേട്ടോ. ഇത് മൊത്തത്തിൽ 3 ഫ്ലോർ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ഇരുന്നത്. അങ്ങനെ സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോറിൽ മുകളിൽ ഫുള്ള് ഓപ്പൺ ആക്കിയിട്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. കാരണം ഇങ്ങനെ താഴത്തേക്ക് നോക്കിയിട്ട് ആകാശമൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും ഇവിടെ പുറത്തിറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ എല്ലാം കഴിഞ്ഞ് എല്ലാരും 4 ഭാഗത്തേക്ക് പിരിയണ്. ആക്കുവാ. അപ്പൊ അടുത്ത അറിവിന് അല്ല. അപ്പൊ ഞാൻ അടുത്ത അറിവിനടി ഇൻഷാ അല്ലാ. അപ്പൊ ഇതാ നോമ്പും കാര്യങ്ങളൊക്കെ തുറന്ന് നമ്മളിതങ്ങനെ വീട്ടിൽ പോവാൻ കേട്ടോ. ഇനി ചെന്നിട്ട് വേണം തറാവിക്കൊക്കെ പോവാന്. അപ്പോൾ എന്താ ഷെബും അദീമോനും അതൊക്കെ
റൈന മമ്മീൻ്റെ വണ്ടി കയറി പോയിട്ടോ. ഒരു നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. കാക്കു ഇന്ന് നാട്ടിലേക്ക് പോവാണ്. 11 മണിക്കാണ് കാക്കുവിൻ്റെ ഫ്ലൈറ്റ്. ഒരു 3 ദിവസത്തിന് വിസയും കാര്യങ്ങളൊക്കെ റിന്യൂ ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും പാടെ ഒന്ന് നോമ്പൊക്കെ തുറന്ന് അവരിപ്പോൾ ഇന്ന് ഡയറക്റ്റ് അങ്ങനെ അവിടുന്ന് എയർപോർട്ട് കണ്ട പോകുന്നത്. ഞാനും ഉമ്മയും വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ ഫുഡ് ഞങ്ങൾ ഫസ്റ്റ് കഴിഞ്ഞ കൊല്ലം നമ്മൾ പോണത് നോമ്പുറക്കാനാണ് പോണത്. അന്ന് 35 റിയാലുള്ള ഉണ്ടായിരുന്നത്. അന്നത്തെ അതേ ക്വാളിറ്റി ഫുഡ് ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. പക്ഷേ ഇപ്പോൾ 49 റിയാൽ അയക്കണം. 49 റിയാലിന് വർത്താണോ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കഴിക്കണവർക്കും പിന്നെ കുറേ സ്പെഷ്യൽ ഫുഡ് ട്രൈ ചെയ്യണവർക്കും വർത്ത് തന്നെയാണ്. അടിപൊളിയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ദമ്മാമിൽ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. 49 റിയാൽ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളും കണ്ടില്ലേ. ഇനി ഇത് മാത്രമല്ല കേട്ടോ, അത്തായം ഉണ്ട്. അതായത് അത്തായം അവർ ഒരുക്കണുണ്ട്. പിന്നെ അത് 11 മണിക്ക് ശേഷമാണ് തോന്നുന്നുണ്ട് അത്തായം സ്റ്റാർട്ട് ആവുന്നത്. പക്ഷേ എങ്ങനെയാണ് അത്തായത്തിലൊക്കെ പോയിട്ട് കഴിക്കുന്നറിയില്ല. സൗദികളൊക്കെ ഇഷ്ടം പോലെ വരലുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു മലയാളി ഉണ്ട്, നമ്മൾ അമീർ ബ്രോ എന്നറിയും. അവിടുത്തെ ഒരു മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അവന് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോക്ക്. എന്തായാലും നമ്മൾ പോയി അൽഹംദുലില്ലാഹ് നോമ്പൊക്കെ തുറന്നു. അത്യാവശ്യം ഫുഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കരുതിയ മാതിരി നമുക്ക് കഴിക്കാൻ കഴിയില്ല. ഒരുപാട് ഡെസേർട്ട് ഐറ്റംസ് കാര്യങ്ങളുണ്ടായിരുന്നു, ജ്യൂസുകൾ ഉണ്ടായിരുന്നു, പിന്നെ കോഫി, പിന്നെ കാവ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് പറഞ്ഞിട്ടില്ല, എല്ലാതരം ഐറ്റംസ് ഫുഡ്. നമ്മൾ ഒരു തരം ഫുഡ് ട്രൈ ചെയ്തു പോന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ വ്ളോഗ് കാണുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.